മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടിയാണ് ഹണി റോസ് പരാതി നൽകുന്നത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകി 2-ാം മണിക്കൂറിൽ പോലീസ് കേസെടുത്തു. കേസെടുത്തതിന് തൊട്ട് പിന്നാലെ 9 മണിയോടുകൂടി അനൂപ് ചാക്കോയുടെ നേതൃത്വത്തിലുള്ള ടീം വയനാട്ടിലേക്ക് പോകുന്നു. കൃത്യം രാവിലെ 9 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ വയനാട് നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, ബോബി ചെമ്മണ്ണൂരും ഇത്തരത്തിലൊരു കസ്റ്റഡി നടപടി പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡി എടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ പോയി തിരിച്ചുകൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി കൃത്യമായ റിമാൻഡ് റിപ്പോർട്ട്, അതായത് ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെളിവ് സഹിതമുള്ള റിമാൻഡ് റിപ്പോർട്ട്. ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന ആളാണ്, നിരന്തരം ഹണി റോസിനെ വേട്ടയാടിയ ആളാണ്. അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ആ തെളിവുകളൊക്കെ പരിശോധിച്ച ശേഷം ഇയാളെ റിമാൻഡിൽ വിടണം. നിലവിൽ ഇയാൾ പുറത്തു വന്നാൽ ഈ കേസിന്റെ മെറിറ്റിനെ ആകെ ബാധിക്കും. അത് ഈ ഒരുപക്ഷെ ഇരയടക്കം ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാകും. അക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രോസിക്യൂഷൻ വാദം ഉന്നയിച്ചത്. ആ വാദങ്ങളെല്ലാം പ്രാഥമികമായി കോടതി അംഗീകരിക്കുന്നു. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ലാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് പരിഗണിച്ചത്. ആ കോടതി ഏകദേശം നീണ്ട വാദങ്ങൾ കേട്ടു. അതിനുശേഷം 2 മണിയോടുകൂടി കോടതി വിധി പറയാൻ മാറ്റി. അതിനുശേഷം ആ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷം ഈ നടപടിയിലേക്ക് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ അത് ഓപ്പൺ കോർട്ടിൽ ദൃശ്യങ്ങൾ കാണില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ചേംബറിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പശ്ചാത്തലത്തിൽ കൂടി അതിൽ നിന്ന് കൂടി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയതെന്ന് നമ്മൾ അനുമാനിക്കുന്നു. പല വാദങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചു. അതിലൊന്ന്, ഈ സംഭവം നടന്നത് 4 മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ പരാതി ഉയർത്തുന്നതിന് പിന്നിൽ നടിയുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പുതിയ സിനിമ വരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊമോഷൻ പരിപാടി, നടി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നു എന്ന ഗുരുതര ആരോപണം അടക്കം ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ ഉന്നയിച്ചു. പക്ഷേ അതൊന്നും മുഖവര കിടക്കാതെ ഇതിൽ കൃത്യമായ ഗൗരവ സ്വഭാവമുണ്ട്. ഇത് ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് പൊതുസമൂഹത്തിൽ നൽകുന്ന ഒരു തെറ്റായ സന്ദേശമായിരിക്കും. ബോബി ചെമ്മണ്ണൂരിന് രക്തസമ്മർദ്ദം ഉയർന്നു, ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ഇനിയിപ്പോൾ എന്താണ് പരിശോധനയ്ക്ക് വിധേയനാക്കുക, ആ തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ടോ വിഷ്ണു? അനുജ തീർച്ചയായും അദ്ദേഹത്തിന് വൈദ്യസഹായം നൽകും. അതിലൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ പരിശോധിക്കും. അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരിക്കും ആശുപത്രിയിൽ വെക്കുക. അതിനുശേഷം സെല്ലിലേക്ക് അല്ലെങ്കിൽ ജയിലിലേക്ക് മാറ്റാനുള്ള നടപടിയായിരിക്കും. അതിപ്പോൾ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ആ നടപടി സ്വീകരിക്കുക. അതിനെല്ലാം അപ്പുറത്ത് ഇത് അദ്ദേഹത്തിന്റെ മാനസിക പരിഗണന അത് ഒരു വശത്ത് ഉറപ്പായും പോലീസും കോടതിയൊക്കെ അത് ഉറപ്പാക്കും. അതിനെല്ലാം അപ്പുറത്ത് ഗുരുതരമായ ഒരു ക്രൈം ഇതിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് കോടതി. പ്രാഥമികമായി മനസ്സിലാക്കുകയാണ് കോടതി. പോലീസും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും ഒക്കെ നിരത്തിയ തെളിവുകളിൽ ചില വസ്തുതകളുണ്ട്. ഹണി റോസ് നൽകിയ പരാതിയിൽ ചില വസ്തുതകളുണ്ട്. ആ വസ്തുതകളൊക്കെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ ആ വസ്തുതകളിലേക്ക് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്ന് കോടതി പറയുന്നു. ആ ഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചാൽ അത് ഈ കേസിന്റെ മെറിറ്റിനെ അടക്കം ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. അതാണ് നിലവിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ശക്തമായ പ്രോസിക്യൂഷൻ